ഗീതേ, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിവാഹം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. പക്ഷെ കൃഷ്ണന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അവൻ തുറന്നു പറയുന്നില്ല. എല്ലാം പറഞ്ഞു ചേട്ടാ. പറഞ്ഞു? എന്താ കാര്യം? സ്വന്തം കുടുംബം തകർത്തവനോട് പകരം വീട്ടാനാണ് കൃഷ്ണേട്ടൻ രാപ്പകൽ അലയുന്നത്. കുടുംബം തകർത്തവനോ? അതെ ചേട്ടാ. ആ ദ്രോഹി കൃഷ്ണേട്ടന്റെ അച്ഛനെയും കൊന്ന് സഹോദരിയെയും കടത്തിക്കൊണ്ടുപോയി. ആരാണവൻ? ഒരു കാഷ്യർ രാമചന്ദ്രൻ. എടാ, നീ അന്വേഷിച്ച് നടക്കുന്ന രാമചന്ദ്രൻ ഞാനാണ്. അതെ, എന്റെ കുടുംബം തകർത്ത നിന്റെ അച്ഛനെ കൊന്നത് ഞാനാണ്. നിന്റെ പെങ്ങളെ കടത്തിക്കൊണ്ടുപോയത് ഞാനാണ്. നിന്നെയും ഞാൻ വിടില്ല. നിന്നെ കാണാനാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. നൽകുന്നത് എന്റെ വിവാഹം കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ എന്നെ വിധവയാക്കി കളഞ്ഞല്ലോ. എന്നെയും കൊല്ല്, ഈ പെങ്ങളെയും കൊല്ല്. ചേട്ടാ, എന്താ ഒന്നും മിണ്ടാത്തത്? ഗീതേ, നിന്റെ വിവാഹം ഞാൻ നടത്തും. എന്നെ കൊണ്ട് മാത്രമേ നടത്താൻ കഴിയൂ. നീ ഒട്ടും വിഷമിക്കണ്ട. വീട്ടിലേക്ക് പോയിക്കൊണ്ടു. ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം. വേഗം വരണം. അയ്യോ, എന്നെ എവിടെ കൊണ്ടുപോകും? അയ്യോ അയ്യോ, എന്നെ വിടും, എന്നെ വിടും. അയ്യോ, എന്തിനാ എവിടെ കൊണ്ടുപോകും? ഞാനിവിടെ ഞാൻ ടാക്സി പറഞ്ഞു വിട്ടു. ഒന്ന് വേഗം വിടൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അയ്യോ, എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? കൊല്ലാൻ. അങ്ങനെ പേടിയാവോ? സത്യം പറഞ്ഞു. താൻ എന്തിനാ ഇവിടെ വന്നത്? അയ്യോ, ഞാൻ വെറുതെ വന്നതാ. ഇനി ഞാൻ തന്നെ വെറുതെ വിടില്ല. താൻ രാമേന്ദ്രനെ കാണാൻ വന്നതല്ലേ? അവൻ ഇവിടെ എവിടെയുണ്ട്. അയ്യോ, രാമേന്ദ്രനെ പറ്റി എനിക്ക് യാതൊരു വിവരമില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞല്ലോ. അയ്യോ അയ്യോ, അതെ കൊല്ലല്ലേ, അതെ കൊല്ലല്ലേ. അയ്യോ അയ്യോ അയ്യോ. തനിക്കറിയില്ല അല്ലേ?
അയ്യോ അയ്യോ എന്നെ കൊല്ലല്ലേ അയ്യോ അയ്യോ എന്താ ആ ഗീതയുടെ തലയിൽ വലിയ കല്ല് വീണു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക മരിച്ചു പോകുമെന്നാ കേട്ടത് ഒന്ന് വേഗം പോകണം അയ്യോ വാതി തുറക്കൂ എന്നെ കൊല്ലാറാക്കി അമ്മാവി എന്നെ കൊല്ലാറാക്കി അയ്യോ അയ്യോ വാതി തുറക്കൂ നീ ഒരൊറ്റ ഒരുത്തം കാരണമാണ് ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അതൊന്നും ഇപ്പൊ പറയണ്ട എന്റെ കൂടെ വാ അങ്ങനെ ഇയാളാണ് ഗോപാലൻ ഓഹോ രാമേന്ദ്രന്റെ അമ്മാവനാണല്ലേ? ആര് ആരുടെ അമ്മാവൻ? നിനക്ക് ആവശ്യമുള്ള പണം തരും. രാമേന്ദ്രനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തുറന്നു പറയണം. എത്ര രൂപ തന്നാലും അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റൂ. അറിയില്ലെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? അത് ശരിയാണോ കാസപ്പ? നമ്മുടെ ബംഗ്ലാവിൽ ആദ്യമായിട്ട് വരുന്നതല്ലേ, ഒന്ന് ഭംഗിയായിട്ട് സൽക്കരിച്ചിട്ട് വിടും. അയ്യോ ഒന്നും വേണ്ട. അതൊക്കില്ല. ഇവിടെ വന്നാ ഞങ്ങൾ അങ്ങനെ സൽക്കരിക്കാതെ വെളിയിലാ പിടിച്ചോ. മതിയോ ആശാനെ? മതി, എന്നാലും ഒഴിച്ചോ, പേടിക്കണ്ട. ഞാൻ പഴയ ഷാപ്പ് കണ്ടതാക്കാ, കുടത്തോടു കൂടി കുടിക്കുന്നവനാ ഞൂടാ. എങ്ങനെയുണ്ട് ഗോപാല? ഇപ്പൊ ഞാൻ സ്വർഗത്തിലാ. ഇവരെയും കൊത്തിക്കൊണ്ട് പറക്കാൻ തോന്നുന്നു. വളരെ സന്തോഷം. രാമൻകുട്ടി ഇയാൾ അനന്തരവൻ തന്നെയാണെന്ന്. അത് വളരെ രഹസ്യം, പറയാൻ പാടില്ല. ഒന്ന് പറ പ്ലീസ്. ഏയ് പറയട്ടെ, നിങ്ങൾ ആരോടും പറയരുത്. രാമൻകുട്ടി എന്നല്ല അവന്റെ പേര്, രാമേന്ദ്രൻ. പക്ഷേ അവൻ സ്ഥലത്തുള്ള കാര്യം ബാലകൃഷ്ണനെ അറിയരുത്. ഏത് ബാലകൃഷ്ണൻ? എന്നെ കാറി കയറ്റിക്കൊണ്ട് തല്ലിയവൻ. അത് ബാലകൃഷ്ണനാണ്? അല്ല, നിന്റെ തന്ത കൃഷ്ണൻ. എടാ, അവന്റെ അച്ഛൻ രാമചന്ദ്രന്റെ കുടുംബം തൊലച്ചവനാ. എന്നിട്ട് എന്റെ അനന്തരവും വെറുതെ വിടുവോ? രാമചന്ദ്രൻ ബാലകൃഷ്ണന്റെ അച്ഛനെ തന്നെ. ഇപ്പൊ രണ്ടുപേരും പരസ്പരം കൊല്ലാൻ നടക്കുക. പറഞ്ഞതാരും കേട്ടില്ലല്ലോ. ഏയ് ഞങ്ങൾ ആരും കേട്ടില്ല. മതി. അവനെ കീരിയും പാമ്പ് ഒരേ കൂട്ടിപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ തമ്മിൽ അറിഞ്ഞുകൂടുന്ന മാത്രം. എടാ, ഇതാണ് നല്ല സന്ദർഭം. ശത്രുക്കളെ പരസ്പരം കാണിച്ചു കൊടുത്താൽ മതി. അവർ തമ്മിൽ തല്ലി ചത്തുകൊള്ളും. കൃഷ്ണേട്ടാ, അയ്യോ ഞാൻ എവിടെയല്ല അന്വേഷിച്ചപ്പാ, എനിക്ക് വയ്യ. എടാ റാസ്കൽ, ഗീതയ്ക്ക് അപകടം പറ്റിയ ആരാടാ പറഞ്ഞത്? അയ്യോ അബദ്ധം പറ്റിയതാ, വേറെ പെണ്ണിന്റെ തലയിലാ കല്ല് വീണത്. ഇപ്പൊ ആരുടെ തലേ കല്ല് വീണെന്ന് പറയാനാ നീ? അയ്യോ നിങ്ങളുടെ കൈ കൊണ്ട് മരിക്കേണ്ട വേറൊരുത്തിനെ കാണിച്ചു തരാനാ ഞാൻ വന്നത്. ആരാടാ? രാമേന്ദ്രൻ. എവിടെ? എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളവനാ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അതാരാ? എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. അതാ വരുന്നുണ്ടോ? എടാ, ഇത് രാമൻകുട്ടിയല്ലേ? ഇവനാ നിങ്ങൾ അച്ഛനെ കൊന്ന. ഇവന്റെ ഒറിജിനൽ പേര് രാമേന്ദ്രൻ. അവിടെ ഇവൻ പറയുന്നത് കേട്ടോ, നീയാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന്. അയ്യോ ഞാൻ പറയും സത്യമാ. ഇവൻ പറയുന്നത് നിന്റെ പേര് രാമചന്ദ്രൻ എന്നാണെന്ന്.
സത്യമായി ഞാൻ പറഞ്ഞു. എടാ നിനക്ക് നിന്റെ മുതലാളിക്കും ഞങ്ങൾ ലോക്യമായി കഴിയുന്ന ഇഷ്ടമല്ല അല്ലേ? നിന്നെ പോലുള്ള ക്ഷുദ്രജീവികളെ വെച്ചോണ്ടിരിക്കാൻ നീ പറയല്ലേ? കൃഷ്ണ, ഈ രഹസ്യം നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുൻപേ ശത്രുവിനെ കണ്ടുപിടിക്കാമായിരുന്നു. എന്നായാലും ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഇനി ആ ചുമതല എനിക്ക് വിട്ടുതരൂ. വേണ്ട രാമൻകുട്ടി. വേണം. നീ ആ ശത്രുവിനെ കണ്ടാൽ ആ നിമിഷത്തിൽ അവനെ കൊല്ലിയില്ലേ? തീർച്ചയായും കൊല്ലും. കൊന്നാൽ നീ ജയിലിൽ പോകേണ്ടി വരും. എന്റെ പെങ്ങളുടെ ജീവിതം പാഴാകും. ഞാൻ ജയിലിൽ പോയാലും മരിച്ചാലും വേദനിക്കാൻ ആരുമില്ല. നീ എന്റെ പെങ്ങൾക്കും കണ്ണു കാണാൻ വയ്യാത്ത അമ്മയ്ക്കും എന്നും വെളിച്ചമായിരിക്കും. രാമൻകുട്ടി, ഗീതയെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തരും. ഞാൻ മറ്റൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും തീർത്ത് ഞാൻ ഇവിടുന്ന് യാത്രയാകും. എന്തു പറയുന്നു? രാമൻകുട്ടി പറയൂ. അങ്ങനെ ആ ഗോപാലിനെ വിശ്വസിക്കരുത്. എന്താടാ? അയാൾ കാരണമാണ് ഞാൻ തല്ലുകൊണ്ടത്. ഉടുരാജമുഖി മൃഗരാജ. അങ്ങനെ ഇയാൾ പറയുന്ന എല്ലാം പച്ചക്കളമാ. രാമചന്ദ്രനും ബാലകൃഷ്ണൻ തമ്മിൽ യാതൊരു ശത്രുതയില്ല. എടോ, എന്താണ് ഈ കേൾക്കുന്നത്? ഗോപാലിനങ്ങനെ കൊച്ചാക്കല്ല മുതലാളി. ഞാൻ പറഞ്ഞത് നേരാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ? ബാലകൃഷ്ണന്റെ പെങ്ങളെ സരളയോട് ചോദിച്ചാലറിയാം. രാമേന്ദ്രൻ അവളെ അമ്മണി എന്ന് പറയുന്ന ഒരു വേശ്യയുടെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. ഓഹോ, അങ്ങനെയാണ്. ആ പെങ്കൊച്ചിനെ ഈ രണ്ടുപേരെയും കണ്ടാൽ തിരിച്ചറിയാം. കൊള്ളാം. തമ്പി അങ്ങൊന്ന് പറഞ്ഞ പിന്നെ തർക്കമുണ്ടോ? ആ ആ കാർ അയക്കുമെങ്കിലേ ഉടനെ അയക്കാം. ശരി. തരലേ തരലേ, പെട്ടെന്നൊരു ഡാൻസ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഉടനെ തിരിക്കണം. എവിടെയാ? നീ പോയിട്ടില്ലാത്ത സ്ഥലത്താ. വേഗം റെഡി ആയിക്കോ, വണ്ടി ഇപ്പൊ വരും. സരളേ, നിന്നെ എന്തിനാണ് ഞാനിവിടെ വരുത്തിയെന്നറിയാമോ? നിന്റെ ചേട്ടനെ കാണിച്ചു തരാൻ. എന്റെ ചേട്ടനെയോ? എന്റെ ചേട്ടനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്നെ കുറിച്ച് നീ ഇതുവരെ ആരോടും പറയാത്ത എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. എന്റെ ചേട്ടൻ എവിടെയാണ്? എനിക്ക് എന്റെ ചേട്ടനെ കാണണം. ചേട്ടനെ മാത്രമല്ല, നിന്റെ അച്ഛനെ കൊന്നവനെയും ഞാൻ കാണിച്ചു തരാം. ആ ദ്രോഹി എവിടെയാണ്? രണ്ടുപേരെയും നിനക്കുടനെ കാണാം. ഇല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലേ? ഗോപാല, ഇയാളെ അറിയുമോ? അറിയാം. കുഞ്ഞ്, തമ്പി അദ്ദേഹം പറഞ്ഞ ശരിയാ. രാമചന്ദ്രനും ബാലകൃഷ്ണനും ഒരു സ്ഥലത്തുണ്ട്. എന്നാൽ എന്നെ എളുപ്പം അവിടെ എത്തിക്കും. എത്തിക്കാം. പക്ഷെ അതിനു മുമ്പ് നീ എന്റെ ആഗ്രഹത്തിന് വഴങ്ങാമെന്ന് സമ്മതിക്കണം. തമ്പി സാറേ, എനിക്ക് എന്റെ ചേട്ടനെ ഒരു നോക്ക് കാണാനും എന്റെ അച്ഛനെ കൊന്ന മഹാഭാവിയുടെ പകരം വീട്ടാനും മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ എന്റെ ആഗ്രഹവും സാധിക്കണം. ആയിക്കോളൂ. പിന്നെ എനിക്കെന്റെ ശരീരം സൂക്ഷിക്കണമെന്നില്ല. നിങ്ങൾ എടുത്തോളൂ. തൊട്ടുപോരുത്. ആദ്യം എന്റെ ചേട്ടനെ കാണിക്കൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കില്ല. അങ്ങനെ അവിടെ ഗീതയുടെ കല്യാണം നടക്കാൻ പോകുന്നു. പറ്റിയ സന്ദർഭം. സരളേ, നിനക്കിപ്പോൾ തന്നെ നിന്റെ ചേട്ടനെ കാണാം.